ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സച്ചി ഒരു ഷോപ്പ് ഉടമയെ ഗുണ്ടകളിൽ നിന്ന് രക്ഷിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ മനുഷ്യൻ പറയുന്നുണ്ട്, എന്തായാലും സച്ചി എനിക്ക് ഒരുപാട് ആശ്വാസമായി. ഞാൻ ഈ കട വിൽക്കണമെന്ന് വിചാരിച്ചപ്പം തൊട്ട് ആ ഗുണ്ടകൾ എൻ്റെ പുറകെയാണ്. ചുള വിലയ്ക്ക് അവർക്ക് ആ കട വേണമെന്നാണ് പറഞ്ഞെന്ന് പറയും. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, എന്തിനാ സാർ ഇത്രയും നല്ലൊരു കട വിൽക്കുന്നത്? കച്ചവടം കുറവായിട്ടാണോ എന്ന്? നല്ല കച്ചവടമുള്ള കട തന്നെയാണ്. പക്ഷേ ഞാൻ ഓർത്തിരുന്നത് എൻ്റെ മക്കൾ ഈ കട നോക്കി നടത്തിക്കോളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ അവർക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല. അവരെല്ലാം അമേരിക്കയിൽ സെറ്റിൽഡാണ്. അതുകൊണ്ട് എന്നോടും അങ്ങോട്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഈ കടയൊട്ട് വിട്ട് കളയാനും തോന്നുന്നില്ല. നിസ്സാര വിലയ്ക്കൊന്നും വിൽക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഈ കട നോക്കി നടത്താൻ പ്രാപ്തിയുള്ള ഒരാളെ കിട്ടുകയാണെങ്കിൽ അയാൾക്ക് വിൽക്കണമെന്നാണ് ഞാൻ വിചാരിച്ചെന്ന് പറയും. അന്നേരത്തേന് സച്ചി പറയുന്നുണ്ട്, എന്നാൽ സാറേ എനിക്ക് നോക്കിയാൽ കൊള്ളാമെന്ന്. സച്ചിക്ക് വേണമെന്ന് നിൽക്കും. എൻ്റെ സാറേ, എനിക്ക് കാർ ഓടിക്കുന്ന ഡ്രൈവറല്ലേ ഞാൻ. എൻ്റെ കയ്യിൽ അങ്ങനെയുള്ള കാശൊന്നുമില്ല. എൻ്റെ ഒരു ഏട്ടനുണ്ട്. ഏട്ടന് ബിസിനസ് നടത്തണമെന്ന് പറഞ്ഞു. അന്നേരം അദ്ദേഹത്തിന് ഈ കട ചിലപ്പോൾ ശരിയാകുമായിരിക്കും. കുറേ പഠിപ്പൊക്കെ ഉണ്ട്, 6-7 ഡിഗ്രിയൊക്കെ ഉള്ള ആളാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഏട്ടനെ കൊണ്ടുവന്ന് ഈ കടയൊക്കെ ഒന്ന് കാണിക്കുമെന്ന് പറയും. ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ട് വിളിക്കാം സാറേ എന്ന് പറഞ്ഞിട്ട് സച്ചി പുറത്തേക്ക് പോരുകയാണ്. ചന്ദ്രമതി രാവിലെ ശ്രുതിയൊക്കെ കിടന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം ശ്രുതിയും കൂടെ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ശ്രുതിയാണെ പറയുന്നത്, എന്തിനാമേ കിടന്ന് ഇങ്ങനെ ഒച്ച വെക്കുന്ന, തലവേദന എടുക്കുന്നെന്ന്. അപ്പോൾ ശ്രീകാന്തും തലവേദന എടുത്ത് സൈഡിൽ ഇരിപ്പുണ്ട്, വർഷയും ഇരിപ്പുണ്ടായി. അന്നേരം രവി ചോദിക്കുന്നുണ്ട്, എന്താ എല്ലാവർക്കും തലവേദനയെന്ന്. ഉടനെ ശ്രുതി പറയും, അത് ഇന്നലെ ടെറസിൽ എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേനുടനെ ശ്രുതി പറയും, അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ ടെറസിലിരുന്ന് എന്ത് ബിസിനസ് ചെയ്യണമെന്നതിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ആലോചിച്ച് തലവേദന എടുത്തു പോയതാണെന്ന് പറയും. ഉടനെ വർഷ പറയുന്നുണ്ട്, ഇവിടെ ഒരാൾക്കും തലവേദനയാണ് അങ്കിളേന്ന്. എന്താടാ നീയും ആലോചിക്കാൻ കൂടിയായിരുന്നു എന്ന് ചോദിക്കും. പിന്നെ ഞങ്ങളെല്ലാവരുടെ കൂടിയല്ലേ ആലോചിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം പറയും, എന്തായാലും ആലോചിച്ചിട്ട് വല്ല ഐഡിയ കിട്ടിയെന്ന് ചോദിക്കും. ഇതുവരെ ഐഡിയ ശരിയായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് സച്ചി അങ്ങോട്ട് കയറി വരും. മോനെ, നീ രാവിലെ ട്രിപ്പിന് പോയിട്ട് വരുവാണോ എന്ന് ചോദിക്കും. അച്ഛാ, എല്ലാവരോടും കൂടെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും. ഒരു ബിസിനസ്സിൻ്റെ കാര്യമാണ്, ഇവൻ ബിസിനസ് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു. ഉടനെ ചന്ദ്രമതി പറയും, ബിസിനസ്സോ? ഇവൻ വല്ല ചെറിയ ആപ്പ് ബിസിനസ് വല്ലതും ആയിരിക്കും പറയാൻ പോകുന്നെന്ന് പറയും. അതല്ല, ഒരു കട വിൽക്കാനുണ്ട് എൻ്റെ ഒരു പരിചയക്കാരൻ്റെ, അത് മേടിച്ചാൽ ഇവന് ബിസിനസ് നടത്താമല്ലോ എന്ന് പറയും. ഉടനെ ചന്ദ്രമതി പറയും, വല്ല അരിയോ പച്ചക്കറിയോ വല്ലതും ഒക്കെ വിൽക്കുന്ന കടയായിരിക്കുമെന്ന്. അങ്ങനെയുള്ള കടയൊന്നും അല്ലെന്ന് പറയുന്നുണ്ട് സച്ചി. ഇത് പറയും, അതല്ല, ഞാൻ ഇന്ന് രാവിലെ ട്രിപ്പിന് പോയപ്പോൾ ഒരാളെ പരിചയപ്പെട്ടായിരുന്നു. ആ സാറിനെ കുറച്ച് ഗുണ്ടകൾ കയറി തല്ലാൻ തുടങ്ങി. അപ്പം ഞാൻ അയാളെ രക്ഷിക്കുകയും ആ ഗുണ്ടകളെ തല്ലി ഓടിക്കുകയൊക്കെ ചെയ്തെന്ന് പറയും. എന്തായാലും ആ സാറ് മക്കളുടെ അടുത്തേക്ക് അമേരിക്കയ്ക്ക് പോവുകയാണ്. ഈ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ വിൽക്കുന്ന കടയാണെന്ന് പറയും. അന്നേരത്തേനുടനെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, ഹോം അപ്ലയൻസ് ആണോ ചേട്ടാ എന്നുടനെ പറയും. അതേന്ന് പറയും. നല്ല ബിസിനസ് അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതിയോട് വർഷ പറയുന്നുണ്ട്, ചേച്ചി ഇത് നല്ല ബിസിനസ്സാണ് കേട്ടോ എന്ന്. ഇവൻ എന്തായാലും AC ഉള്ള മുറിയും കറങ്ങുന്ന കസേരയൊക്കെ ഉണ്ട്. അവിടെ ഇരുന്ന് ഇവന് ഈ ബിസിനസ് നോക്കി നടത്തിയാൽ മാത്രം മതിയല്ലോ, സ്റ്റാഫൊക്കെ ഉള്ള കടയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇത്രയും രൂപയൊക്കെ ഉണ്ടോ ഇവർക്ക് ഈ ഇത് മേടിക്കാനെന്നൊക്കെ ഉടനെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. ഉടനെ പറയാം, ഇവൻ്റെ അമ്മായിയപ്പം ഇനി കുറച്ച് കാശൂടെ കൊടുക്കുമെന്നല്ലേ പറഞ്ഞ്, ആ കാശൂടെ കൂട്ടി ഇവർ ആ കട മേടിക്കട്ടെ, അതാകുമ്പോൾ ഇവർക്ക് ബിസിനസ് ചെയ്ത് നല്ല രീതിയിലാകാമല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഉടനെ ചന്ദ്രമതി പറയേ, ഇവൻ ഇങ്ങനെ പറയുന്നത് ശരിയായിരിക്കുകയില്ല. ഇവനെ ശ്രുതിയെ വലിയ താല്പര്യമൊന്നും ഉള്ളതല്ലോ, ശ്രുതിക്ക് എന്തെങ്കിലും പണി കിട്ടാനുള്ള പണിയായിരിക്കും ഇവനെ ഒപ്പിച്ചിരിക്കുന്നതൊക്കെ പറയുമ്പോഴത്തേന് രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട്. സച്ചേട്ടൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല, അദ്ദേഹത്തിന് എന്തെങ്കിലും നല്ലത് വന്നോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞപ്പോഴത്തേന് അമ്മ ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് പറയും. ഉടനെ ശ്രുതിയോട് എല്ലാവരും പറയുന്നുണ്ട്, എന്തായാലും ശ്രുതി ഒന്ന് ആലോചിക്കും, നല്ലതല്ലേ എന്നൊക്കെ. ഞാൻ നിങ്ങളെല്ലാം വിളിച്ചുകൊണ്ട് ആ കടയൊന്ന് പോയി കാണിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും വിളിച്ചുകൊണ്ട് സച്ചി കട കാണിക്കാനായിട്ട് കൊണ്ടുവരികയാണ്. കണ്ടു കഴിയുമ്പോഴത്തേന് എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഓണറെ വിളിച്ച് പറയുന്നുണ്ട്, ഇതാണ് എൻ്റെ അച്ഛനും അമ്മയും എന്നൊക്കെ എല്ലാവരെയും കാണിച്ചൊക്കെ കൊടുക്കും. എന്നിട്ട് ശ്രുതിയെയും വിളിച്ച് പരിചയപ്പെടുന്നുണ്ട്. ശ്രുതിക്കാണെങ്കിൽ ഒരു ബോധവും ഇല്ലല്ലോ. ശ്രുതി അങ്ങ് പൊട്ടത്തരം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സാർ ഞാനിങ്ങനെ ഒരു കട നടത്തണമെന്ന് വിചാരിച്ചിരുന്നതാണ്, ഇതെൻ്റെ ബിസിനസ് കാർഡാണ്, സാറിന് ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാമെന്നൊക്കെ പറയും. അന്നേരത്തേന് എല്ലാവർക്കും അങ്ങ് മനസ്സിലാകുന്നുണ്ട് ഇവൻ ഈ മണ്ടത്തരം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉടനെ സച്ചി പറയുന്നുണ്ട്, എന്താച്ചാ ഇവൻ എന്താ പറ്റിയേ, വട്ടായി പോയോന്ന്? വട്ടല്ലടാ, മണ്ടത്തരം തന്നെ പറയുന്നതായെന്ന് പറഞ്ഞ് ഇവരെല്ലാവരും അങ്ങ് നിന്ന് ചമ്മുകയാണ്. ആ സമയത്ത് ഇവരെല്ലാവരും ചെന്ന് ഓരോരോ ഭാഗമൊക്കെ കാണാനായിട്ട് പോവുകയാണ്. അന്നേരം ശ്രീകാന്ത് വർഷയും കൂടെ ഈ TV ഒക്കെ ഇരിക്കുന്ന ഭാഗത്ത് ചെല്ലുമ്പോഴത്തേന് വർഷ പറയുന്നുണ്ട്, നമുക്ക് ഈ 50 ഇഞ്ചിൻ്റെ ഒരു TV മേടിച്ച് നമ്മുടെ
റൂമിൽ വെക്കാമെന്ന്. എന്തിനാ ഒത്തിരി ടി വി, നമ്മുടെ വീട്ടിൽ ടി വി ഉണ്ടല്ലോ എന്ന്. ആ ടി വിയിൽ നിങ്ങളുടെ അച്ഛൻ ന്യൂസ് കാണും, അല്ലെ അമ്മ സീരിയൽ കാണും. അത് കാരണം നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റില്ലല്ലോ, നമ്മുടെ റൂമിലേക്ക് വെക്കാം. അതുകൊണ്ട് ഇതൊരെണ്ണം മേടിക്കണമെന്ന്. എന്നാൽ ഏട്ടൻ ഈ കട മേടിക്കട്ടെ, അത് കഴിയുമ്പോൾ നമുക്ക് ഈ കടയിൽ നിന്ന് തന്നെ മേടിക്കാമെന്ന്. അത് ശരിയാ, ഏട്ടൻ ചിലപ്പം നമുക്ക് വില കുറച്ച് തരുമായിരിക്കും. എവിടുന്ന്? നമ്മുടെ ഏട്ടനല്ലായിരിക്കണം, അധികം വില മേടിച്ചാലേ ഉള്ളൂ, പുള്ളിക്കാരനെ നിനക്ക് അറിയത്തില്ലാണ്ടാന്ന് പറഞ്ഞ് ഇവരങ്ങ് ചിരിക്കും. ആ സമയത്ത് രേവതിയാണെങ്കിൽ ഫ്രിഡ്ജൊക്കെ നോക്കി നടക്കുകയാണ്. രേവതി പറയുന്നുണ്ട്, ഈ ഫ്രിഡ്ജ് വലുതാണല്ലോ, നല്ലതാ, നമുക്ക് ഇത്രയും ഒരെണ്ണം മേടിക്കാൻ സച്ചിയേട്ടാന്ന്. എന്തായാലും നമുക്ക് ഇവിടുന്ന് തന്നെ ഒരെണ്ണം മേടിച്ചേക്കാം എന്നൊക്കെ പറയും. അത് കഴിയുമ്പോഴത്തേന് രേവതി പറയും, വേണ്ട ഇനിയിപ്പം നമ്മളത് മേടിച്ച് വെച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ അമ്മയ്ക്ക് ഉറക്കം കാണുകയില്ല, നമ്മുടെ ബിസിനസ് ഡെവലപ്പായി എന്ന് പറഞ്ഞ്, അതുകൊണ്ട് അതൊന്നും വേണ്ട, അവസാനം നമ്മൾ മുറ്റത്ത് കിടക്കേണ്ടി വരുമെന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം സുധിയാണെങ്കിൽ കട ഇങ്ങനെ ചുറ്റി കറങ്ങി ചെല്ലുമ്പോഴത്തേനാണ് ഒരു കറങ്ങുന്ന ചെയർ ഇരിക്കുന്നത് കാണുന്നത്. അന്നേരം അതിനായിട്ട് നോക്കി അങ്ങ് സന്തോഷത്തോടെ നിൽക്കുകയാണ്. കറങ്ങുന്ന ചെയർ ഇരുന്ന് പൈസ മേടിക്കണമെന്നൊക്കെ ആണല്ലോ സുധിയുടെ ആഗ്രഹം. സുധി എന്ന കസേരയിലൊക്കെ പിടിച്ചിട്ട് അവസാനം അതേ കയറി ഇങ്ങനെ ഇരുന്ന് നോക്കുകയാണ്. ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.